നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ശക്തമായ മത്സരം നടന്ന വടകരയുടെ തെരഞ്ഞെടുപ്പ് ഫലം. വടകരയുടെ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തം മലബാറിന്റെ തന്നെ രാഷ്ട്രീയ ചിത്രം മാറ്റാൻ കെൽപ്പുള്ളതാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ മൊത്തം മലബാറിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കാൻ കാരണമാകും. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരെല്ലാം തന്നെ ഷാഫി പറമ്പിലിനാണ് വടകരയിൽ മുൻതൂക്കം എന്ന് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ മലബാറിലെ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഷാഫി പറമ്പിൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് വിജയിച്ചാൽ താൻ തലശ്ശേരിയിൽ സ്ഥിരതാമസം ആക്കുകയും മലബാർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമെന്നാണ്. പ്രത്യേകിച്ചും കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ. ഈ 3 ജില്ലകളിലുമായി 29 നിയമസഭ മണ്ഡലങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ 6 എണ്ണം UDFന്റെ കയ്യിലും ബാക്കി 23 എണ്ണം LDFന്റെ കയ്യിലും ആണ്. UDFന് കേരള ഭരണം ലഭിക്കണമെങ്കിൽ 29 സീറ്റിൽ 10-12 എണ്ണം എങ്കിലും ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് മലബാർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഷാഫി പറമ്പിലും ടീമും ഇറങ്ങുന്നത്. വടകരയിൽ ഷാഫിക്ക് വഞ്ചന പിന്തുണയാണ് ലഭിച്ചത്. ജാതി മതപ്രായ ഭേദമന്യേ വഞ്ചന പിന്തുണയാണ് ഷാഫിക്ക് ലഭിച്ചത്. ഇതുതന്നെയാണ് മലബാർ പിടിച്ചെടുക്കാൻ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു എന്ന് ഷാഫി പറയാൻ കാരണം. ഇത് CPMനെ നല്ലവണ്ണം ഭയപ്പെടുത്തുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് വടകരയിൽ ഷാഫിക്കെതിരെ അവർ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്. പക്ഷേ CPMന്റെ വ്യാജ പ്രചരണങ്ങളെല്ലാം തകർന്നടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വടകരയിൽ കണ്ടത്. മലബാറിലെ 3 ജില്ലകളിലെ 29 നിയമസഭാ മണ്ഡലങ്ങളിൽ 20 എണ്ണവും പിടിച്ചെടുക്കുക എന്നതാണ് ഷാഫിയുടെ ലക്ഷ്യം. ഇതിനെ ഷാഫിയുടെ കൂടെ നീണ്ട ഒരു യുവനിര തന്നെ അണിനിരക്കാൻ പോവുകയാണ്. ഷാഫിയും രാഹുലും അഭിജിത്തും ഷാജിയും ഫിറോസും സിദ്ദിഖും പ്രവീൺകുമാറും എല്ലാം അടങ്ങിയ യുവനിര ഒറ്റക്കെട്ടായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് 20 സീറ്റിൽ UDFന്റെ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. വയനാട്ടിലെ 3-ൽ 2 സീറ്റും ഇപ്പോൾ UDFന്റെ കൈവശമാണ്. അടുത്തിൽ 3-ൽ 3 നേടുക എന്നതാണ് UDF ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ 12ഉം UDFന്റെ കൈവശമാണ്. മലപ്പുറത്ത് 16 നേടുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അങ്ങനെ മലബാറിലെ ഈ 5 ജില്ലകളിലായി, അതായത് കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 39 സീറ്റ് നേടിയെടുക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ഈ MPമാരുടെ സഹായവും ഇവർക്ക് ലഭിക്കും. മലബാറിൽ നിന്ന് 39 സീറ്റ് നേടിയാൽ മറ്റിടങ്ങളിൽ നിന്നും 61 സീറ്റുകൾ കൂടി നേടി 100 സീറ്റുമായി അധികാരത്തിൽ എത്താം എന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എന്തായാലും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന വടകരയിലെ തിരഞ്ഞെടുപ്പ് ഫലം വടകരയുടെയോ മലബാറിന്റെയോ മാത്രമല്ല, കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കാൻ ഉതകുന്നതാണ്. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കാം.